ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടെഡി ആൻഡ് ബന്നി. സോ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ഉണ്ടാക്കുന്നത് പ്രോൺസ് ബിരിയാണിയാണ്. സോ ഓൾറെഡി ഇവിടെ റൈസ് ഉണ്ടാക്കാൻ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. റൈസ് യൂസ് ചെയ്തത് ജീരകശാല റൈസാണ്. അതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട റൈസ്. പിന്നെ ഇപ്പോൾ ഇത് ഞാൻ 4 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ അതിൻ്റെ എൻ്റെ ഒരു കപ്പുണ്ട്, ആ മെഷർമെൻറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ 1 കപ്പ് ഈസ് ടു 2 അങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുക. 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗീയൊക്കെ ഇട്ടിട്ട് നല്ലോണം റൈസ് ഇപ്പോൾ ഇവിടെ തിളക്കുന്നുണ്ട്. സോ വെരി ഈസി മെത്തഡാണ് ഇത്. അധികം സ്പൈസസ് ഒന്നും ഇല്ലാത്ത ഒരു ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സോ ഓൾറെഡി ഇവിടെ റൈസൊക്കെ ഇപ്പം കുക്കായിട്ട് ഉണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ റൈസ് അവിടെ ഉണ്ടാക്കി വെച്ചു. സെക്കൻഡ് സ്റ്റെപ്പിൽ ഇപ്പം ഞങ്ങൾ എടുത്തത് 1 കിലോ പ്രോൺസ് ആണ്. എല്ലാം ക്ലീനൊക്കെ ചെയ്തിട്ട് ഒരു 700 ഗ്രാംസ് ഒക്കെ ഉണ്ടാവും ഇത്. സോ അത് ഫസ്റ്റ് ഞങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിലത്തെ മസാല പൊടികളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഉപ്പ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കുറച്ച് സവാള, പിന്നെ ഗ്രീൻ ചില്ലി, ഗാർലിക്, പിന്നെ ഒരു പീസ് ജിഞ്ചർ, പിന്നെ എല്ലാ പൊടികളും, ഇത് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, കൊറിയാണ്ടർ ലീവ്സും മിൻറ്റ് ലീവ്സ്. കൊറിയാണ്ടർ ലീവ്സ് ആൻഡ് മിൻറ്റ് ലീവ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചെമ്മീൻ ബിരിയാണി, പ്രോൺസ് ബിരിയാണിക്ക് വേണ്ടിയിട്ട്. സോ ഇതിൽ ഫസ്റ്റ് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഗ്രൈൻഡ് ചെയ്യും. സോ ഇവിടെ ഞാൻ ഇപ്പം ജിഞ്ചറും പിന്നെ ഗാർലിക്കും ഗ്രീൻ ചില്ലിയും പിന്നെ ഇതിൽ കുറച്ച് ഫെനൽ സീഡും ഇട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കും. സോ ഇപ്പം ഞാൻ ഇവിടെ ഹോൾ സ്പൈസസും യൂസ് ചെയ്യുന്നുണ്ട്. ബേ ലീവ്സ് ഉണ്ട്, പിന്നെ ഞങ്ങളുടെ ഏലക്കായ്, ഗ്രാമ്പൂ, അങ്ങനെ കുറച്ച് സ്പൈസസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്കിപ്പോൾ ഇവിടെ കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു അത്യാവശ്യം ഈ സവാള ഇപ്പം ഞാൻ ഇവിടെ എടുത്തത് 3 വലിയ സവാളയാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്കിത് നല്ലോണം ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. സോ ഇപ്പം നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ ഞാൻ ശരിക്കും നല്ലോണം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിരിക്കണം ഓണിയൻ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂനട്ടും പിന്നെ കുറച്ച് റേസിൻസും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ സെയിം ഓയിലിൽ തന്നെ ഞങ്ങളുടെ റിമൈനിങ് സവാള, കുറച്ച് ബാക്കിയുള്ള സവാള ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യുക. ഒന്ന് ബ്രൗൺ കളർ ആവശ്യം ഇല്ല, ബട്ട് ഒരു സോഫ്റ്റ് ആവണം. പിന്നെ ഞങ്ങൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച മസാല ഉണ്ടല്ലോ, അതും ആ മിക്സിൽ ഇട്ടിട്ട് കുറച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. സോ അതൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പറഞ്ഞാൽ നമുക്ക് എല്ലാ പൊടികളും ഇടാം. സോ ആദ്യം ഞാൻ ഇട്ടത് ഒരു ടർമറിക് പൗഡറാണ്. അത് കഴിഞ്ഞിട്ട് ചില്ലി പൗഡർ, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, അതെല്ലാം ഒരു സ്പൂൺ നിങ്ങളുടെ മീൻസ് എരിവിൻ്റെ ആവശ്യം പോലെ നമുക്ക് പച്ചമുളകും പിന്നെ ഈ റെഡ് ചില്ലിയും ഒക്കെ യൂസ് ചെയ്യാം. വീട്ടിലധികം എരിവ് അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഇട്ടതേ ഉള്ളൂ. ഇത് ഗ്രാമ്പു പൗഡറാണ്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നല്ല ഫ്ലേവർ വരും. അത് ഒരു 1/2 സ്പൂൺ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക. സോ ഇവിടെ മസാല ഒക്കെ ഫുൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ടൊമാറ്റോ, ഇതൊരു മീഡിയം സൈസ് ടൊമാറ്റോ ആണ്. അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ മസാലയിൽ ആഡ് ചെയ്യാം.
സോ നെക്സ്റ്റിൽ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസും ആ മസാലയിൽ നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക. സോ ചില ആൾക്കാർ മീൻസ് ഈ പ്രോൺസ് ഫ്രൈ ചെയ്യാറുണ്ട്. എനിക്കങ്ങനെ ഫ്രൈ ചെയ്ത പ്രോൺസ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി ഇടും. അപ്പോൾ നല്ല സോഫ്റ്റുമായിരിക്കും പ്രോൺസ്. സോ ഇവിടെ ഫുൾ പ്രോൺസൊക്കെ മസാലയിൽ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇവിടെ എടുത്ത് വെച്ച കൊറിയാണ്ടർ ലീവ്സും മിൻറ്റ് ലീവ്സും മസാലയിൽ മിക്സ് ചെയ്യുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, മിൻറ്റ് ലീവ്സ് ആൻഡ് കൊറിയാണ്ടർ. അതിൻ്റെ ഒരു ടേസ്റ്റ് ഈ ബിരിയാണിയിൽ വരും. സോ ഇവിടെ റൈസ് റെഡിയാണ്, മസാല റെഡിയാണ്, പിന്നെ ഗാർണിഷ് ചെയ്യാൻ ഒനിയൻ, കാഷ്യൂനട്ട്, റേസിൻസ് എല്ലാം റെഡിയാണ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ദം ചെയ്യാം. ദം ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ രണ്ടും മിക്സ് ചെയ്തിട്ടും തിന്നാം. സോ ഫൈനലി ഞാനിവിടെ ദം ചെയ്ത് എൻ്റെ ഈ ബിരിയാണി റെഡിയാണ്. ഈസി ടു കുക്കാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഫോർ മോർ വീഡിയോസ്. Until then, this is Rabita Nikhil signing off. Thank you. Take care.